കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മാവൂർ റോഡിൽ കോട്ടൂളിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. മാടായിപ്പാറ ഒരു ജീപ്പ് കുടുങ്ങിയതാണ്. ഇടുക്കിയിലാണ് സംഭവം. മാടായിപ്പാറ നിന്നുള്ള ദൃശ്യമാണിത്. ഒരു ജീപ്പ് കുടുങ്ങിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മണ്ണിടിഞ്ഞു വീണിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയാണ്. മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലും ഉണ്ടായി. അവിടെ ദുരന്തമുണ്ടായത് നമ്മൾ തുടക്കം മുതൽ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്. രാഹുൽ കെ വി ഉണ്ട് നമുക്കപ്പം കോഴിക്കോട് നിന്നും. രാഹുൽ കെ വി, കോഴിക്കോട് മാവൂർ റോഡിൽ കോട്ടൂളിയിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന് നമുക്ക് വിവരം ലഭ്യമാണല്ലോ. എന്താണ് വിവരങ്ങൾ? രാഹുലിന് കേൾക്കാമോ? രാഹുൽ പറയൂ. അതെ, കോഴിക്കോട് ജില്ലയിൽ പ്രധാനമായും ഇപ്പോൾ നേരിടുന്ന വലിയ പ്രയാസം എന്ന് പറയുന്നത് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെന്നതാണ്. നഗരത്തിലാണെങ്കിലും ഗ്രാമീണ മേഖലയിലാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അത് ഈ വാഹന യാത്രയൊക്കെ വലിയ രീതിയിൽ പ്രയാസത്തിലുമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ മാവൂർ റോട്ടിൽ കോട്ടുളിയിലാണ് ഇങ്ങനെ വലിയ അളവിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതത്തെ പ്രയാസത്തിലാക്കുന്ന വിധത്തിൽ ഉണ്ടായിട്ടുള്ളത്. ചെറിയ മഴ, സാധാരണയായി നല്ലൊരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് കോട്ടുളി എന്ന് പറയുന്നത്. KSRTC ടെർമിനൽ പരിസരത്തൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് പോലെ തന്നെ ഇവിടെയും ഈ കോട്ടുളിയിലും വെള്ളക്കെട്ട് ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ ഏതായാലും നിർത്താതെ മഴ പെയ്തതുകൊണ്ട് തന്നെ അത്രയധികം വെള്ളം റോഡിൽ കയറിയിട്ടുണ്ട് എന്നതാണ്. ഇരുചക്ര വാഹനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് അത്ര ബുദ്ധിമുട്ട് ഇല്ല, പക്ഷേ ഇരുചക്ര വാഹനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് ഏതായാലും ഇവിടെ നേരിടുകയും ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കോർട്ട് റോഡിലും തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് മലയോരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ മതിലിടിഞ്ഞു വീണുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആളപായമോ പരിക്കോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പുതുപ്പാടിയിലാണ് മതിൽ ഇടിഞ്ഞു വീണിട്ടുള്ളത്. അപ്പം താമരശ്ശേരിയുടെ താഴ്ന്ന മേഖലകളിൽ, ഗ്രാമീണ മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യമേ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വെള്ളം കയറുകയും വെള്ളക്കെട്ട് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് മാവൂർ ഉൾപ്പെടുന്ന മേഖലയാണ്. അവിടെ ഏതായാലും നിലവിൽ വെള്ളം കയറിയിട്ടില്ല, പക്ഷെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നൊരു അവസ്ഥ കൂടിയാണ് നിലവിലുള്ളത് എന്നതാണ്. എന്തായാലും മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ മരം കടപുഴകി വീണുള്ള അപകടങ്ങളോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ കാര്യം. നിർത്താതെ തന്നെ മഴ പെയ്യുകയാണ്. രാത്രിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. വലിയ പ്രയാസമായി നിൽക്കുന്നത് ഏതായാലും വെള്ളക്കെട്ട് തന്നെയാണ് നിലവിൽ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മലയോര മേഖലയിലാണെങ്കിലും നഗരത്തിലാണെങ്കിലും തീരദേശ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള താരതമ്യേനയാണ് മറ്റു ജില്ലകളെ, നമ്മളിപ്പോൾ നേരത്തെ കണ്ട ജില്ലകളെ സംബന്ധിച്ച് താരതമ്യേന നാശനഷ്ടങ്ങൾ കുറവാണ് എന്നതാണ് വലിയ ആശ്വാസകരമായ കാര്യം. ശരി.